പ്പെടുത്തുകയാണ്. സമസ്ത അത് അല്ലാഹുവിന്റെ ദീനിന്റെ തനി രൂപമാണ്, തനി സ്വരൂപമാണ്. സമസ്തയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു ആ പ്രസ്ഥാനത്തിന്റെ തണലിൽ ഇക്കണ്ട കാലം വരെ നിലകൊള്ളാൻ നമുക്ക് തൗഫീഖ് തന്നുവല്ലോ. അല്ലാഹു അത് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് അല്ലാഹുവിന്റെ ദീനിന്റെ തനി സ്വരൂപമാണ്. അതിന് നേതൃത്വം നൽകിയവർ മുഴുവനും പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കേണ്ടാത്ത വിധം, പറഞ്ഞറിയിക്കേണ്ടാത്ത വിധം മഹാരഥന്മാരാണല്ലോ. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള് ആ സ്വാത്വികനായ മനുഷ്യന്റെ കരങ്ങളെ കൊണ്ടല്ലയോ ഈ അനുഗ്രഹീതമായ പണ്ഡിത പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കപ്പെട്ടത്. ആരാ? മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള്. ബഹുമാനപ്പെട്ടവർ കൊയിലാണ്ടി, ബഹുമാനപ്പെട്ടവർ പുതിയങ്ങാടി കടപ്പുറത്താണ് താമസിച്ചിരുന്നത്. പുതിയങ്ങാടി കടപ്പുറത്ത് പ്രിയപ്പെട്ടവര് അവിടുത്തെ മുക്കുവന്മാർക്ക് ക്ഷാമം നേരിട്ടപ്പോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെയാണ് എല്ലാ മത്സ്യത്തൊഴിലാളികളും സമീപിച്ചത്. എല്ലാവരും ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞല്ലോ, പിന്നെ തങ്ങളെ നിങ്ങൾ ഞങ്ങളെ കൂടെ വരണം. നിങ്ങൾ വന്നിട്ട് കടലമ്മയോട് ആർത്തിരമ്പി വരുന്ന തിരമാലയോട് നടങ്ങാൻ പറയണം. നിങ്ങൾ പറഞ്ഞാൽ ആ തിരമാല അനുസരിക്കുമല്ലോ തങ്ങളെ. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള് അവരുടെ കൂടെ പോയി ആർത്തിരമ്പി വരുന്ന തിരമാലകളെ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് അടക്കി നിർത്തി എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സർവാംഗീകൃതനായിരുന്നു ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദ്യകാല സമസ്തയുടെ സ്ഥാപക നേതാവ്. സർവാംഗീകൃതനാണ്. എല്ലാ മതവിശ്വാസികളും ഒരുപോലെ ആദരിച്ചിരുന്നവരാണ്. അന്ന് രാജ്യത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് പോലും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങള് വളരെയേറെ ആദരവ് നൽകിയിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. ബഹുമാനപ്പെട്ടവർ പുതിയങ്ങാടി കടപ്പുറത്ത് നിന്ന് ഇടയ്ക്കിടെ കണ്ണൂരിലേക്ക് വരാറുണ്ടായിരുന്നു അത്രേ. കണ്ണൂരിലേക്ക് ബഹുമാനപ്പെട്ടവര് അന്ന് സഞ്ചരിച്ചിരുന്നത് കുതിരപ്പുറത്താണ്. കുതിരപ്പുറത്ത് അങ്ങനെ സഞ്ചരിച്ചിരുന്ന ബഹുമാനപ്പെട്ട തങ്ങൾക്ക് സ്ഥലത്തെവിടെയെങ്കിലും പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും വിശ്രമിക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇളനീർ പന്തലുകൾ സ്ഥാപിച്ചിരുന്നുവെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇളനീർ പന്തലുകൾ സ്ഥാപിച്ചു എന്നാണ്. ബഹുമാനപ്പെട്ടവർക്കിടക്കിടെ വിശ്രമിക്കാൻ, ദാഹം വരുമ്പോ പിന്നെ ഇളനീര് കുടിക്കാൻ അതിനുള്ള സംവിധാനം ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തു കൊടുത്തു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വാത്വികനായ ആ മഹാനായ പണ്ഡിതനാണ് ഈ അനുഗ്രഹീതമായ പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയത്.